ത്തിന്റെ മുഖത്ത് നിന്നാണ് പാർസൺ ഉൾപ്പെടെ 4 തൊഴിലാളി സഖാക്കൾ തൂക്കുമരത്തിലേറുന്നത്. ജോലി സമയം 8 മണിക്കൂർ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1886 മെയ് 1 ചിക്കാഗോയിലും മറ്റ് പ്രധാന നഗരങ്ങളിലും തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. ചിക്കാഗോവിൽ പണിമുടക്കിയ തൊഴിലാളികളെ മുതലാളിമാരുടെ കൂലിപ്പട്ടാളവും പോലീസും നിഷ്ഠൂരമായി കടന്നാക്രമിച്ചു. തൊഴിലാളി വർഗം സംഘടിക്കുകയാണെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഭരണകൂടത്തെ പരിഭ്രാന്തമാക്കി. മെയ് 3 പണിമുടക്കിയ തൊഴിലാളികൾക്ക് നേരെ നിറയൊഴിച്ചു. 6 തൊഴിലാളികൾ അവകാശബോധത്തിന്റെ ചുരുട്ടിയ മുഷ്ടിയുമായി വെടിയേറ്റ് വീണു. തെരുവിൽ തൊഴിലാളികളെ വെടിവെച്ചിട്ട ക്രൂര നടപടിക്കെതിരെ ചിക്കാഗോ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നഗരങ്ങൾ പ്രതിഷേധം കൊണ്ട് പ്രക്ഷുബ്ധമായി. പ്രതിഷേധിക്കാനായി ഹൈമാർക്കറ്റ് സ്ക്വയറിൽ യോഗം ചേർന്ന തൊഴിലാളികൾക്ക് നേരെ വീണ്ടും പോലീസിന്റെ അതിക്രൂരമായ ആക്രമണമുണ്ടായി. പോലീസും മുതലാളിമാരുടെ ഗുണ്ടകളും തൊഴിലാളികളെ ഭീകരമായി കടന്നാക്രമിച്ചു. നിരവധി തൊഴിലാളികൾ വെടിയുണ്ടകൾക്കിരയായി. തൊഴിലാളികളും മുതലാളി വർഗത്തിന്റെ ഗുണ്ടാപ്പടയും തമ്മിൽ